ഞാനെപ്പോഴും അങ്ങനെ വല്ല എൻ്റേത് എന്ന എനിക്കൊരു വാക്കിനോട്, ഒരു പ്രയോഗത്തിനോട്, ഒരു പുസ്തകത്തിനോടൊക്കെ തോന്നുമെങ്കിൽ ആ സമയത്ത് ഞാൻ കുറച്ചു കാലം മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പങ്കുവെച്ച ഒരു അനുഭവ കഥ എന്നെ ഓർമ്മിപ്പിക്കും. ആ കഥ നിങ്ങളോടും പങ്കുവയ്ക്കാം. ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വളരെ ചെറുപ്പകാലത്ത് അദ്ദേഹം വേണു എന്ന സുഹൃത്തിന്റെ ഒപ്പം ഒരു ഹോസ്റ്റൽ മുറിയിൽ കഴിയുമ്പോൾ, അദ്ദേഹം വീടില്ലാത്തവനാണ്, ഈ ഹോസ്റ്റൽ മുറിയിൽ ചേക്കേറി കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം കവി കുഞ്ഞിരാമൻ നായർ, കളിയച്ഛനൊക്കെ എഴുതിയ കവികളുടെ കവിയായി മലയാളത്തിന്റെ ഏറ്റവും വലിയ മാസ്മരികത കവിതകളിൽ ആവാഹിച്ച കുഞ്ഞിരാമൻ നായർ അവരുടെ ലോഡ്ജ് മുറിയിൽ കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരിടം വരെ പോകണം. അന്ന് ദീപം എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിന്റെ ഓഫീസിലേക്കാണ് ഇവർ പോയത്. അവിടെ ചെന്ന് കയറിയപ്പോൾ പത്രാധിപർ വളരെ ആദരവോടെ സ്വീകരിച്ചു. കാരണം അന്നത്തെ കാലത്ത് എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. കാരണം കുറെ ആളുകൾക്ക് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനങ്ങളിലും പത്രസ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് അറിയാമായിരുന്നു ഈ എഴുത്തുകാരെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അശാന്തി ഉള്ളിൽ പേറുന്നവരും അവരുടെ ചാഞ്ചല്യം നിറഞ്ഞ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ വല്ലാതെ നരകയാതനയിലൂടെ കടന്നു പോകുന്നവരുമാണെന്ന്. അതിന്റെ തോതിലൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടായാലും കുറച്ചുകൂടി മനുഷ്യത്വപരമായി എമ്പതിയോടെ ഈ എഴുത്തുകാരെയും കലാപ്രവർത്തകരെയും സമീപിക്കാനുള്ളൊരു ധാരണ സാമാന്യ സമൂഹത്തിന് അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഇന്നത്തേക്കാൾ കൂടുതലായി. അത് പോകട്ടെ. അപ്പോൾ ഈ പത്രാധിപർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം, എനിക്കൊരു 10 രൂപ വേണമെന്ന് കവി പറഞ്ഞു. ഉടനെ തന്നെ പത്രാധിപർ 10 രൂപ കൊടുത്തു. കവി അത് വാങ്ങിച്ച രൂപയുടെ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് അപ്പോൾ പത്രാധിപർ പറഞ്ഞു, ഞങ്ങൾ എഴുതാനിരിക്കുകയായിരുന്നു, ഞങ്ങൾക്കൊരു കവിത വേണം ഓണപ്പതിപ്പിലേക്ക്. അപ്പോൾ കവി പറഞ്ഞു, ഇതെന്താ, ഒരു കടലാസ് തരൂ. അപ്പോൾ തന്നെ കടലാസ് വാങ്ങി അദ്ദേഹം കവിത എഴുതി കൊടുത്തു. എഴുന്നേറ്റു, യാത്ര പറഞ്ഞിറങ്ങി. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ചുള്ളിക്കാടും സുഹൃത്തും പരസ്പരം നോക്കി. എന്നിട്ട് ചോദിച്ചു, മാഷെ, എന്നാലും രണ്ടാമതൊന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ആ കവിത കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ കവി കുഞ്ഞിരാമൻ നായർ കൊടുത്ത ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, എടാ, വസന്തകാലം എത്തുമ്പോൾ ഹംസങ്ങൾ മാനസ സരസിലേക്ക് പറന്നു പോകും. ആ പോകുന്ന പോക്കിൽ 1-2 തൂവലൊക്കെ കൊഴിഞ്ഞു വീണെന്നിരിക്കും. അവരൊരിക്കലും കൊഴിഞ്ഞുപോയ തൂവലിനെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാറില്ല. പുസ്തകങ്ങളും എഴുത്തും ചിന്തകളും ഒക്കെ അത്രമാത്രമേ ഉള്ളൂ. ഈ കടന്നു വന്ന ഉരസിമ തരോ എന്ന നാടോടി കഥയിൽ നിന്ന് നാടോടി കഥയിലേക്ക് ഞാൻ എത്തുമ്പോൾ ജപ്പാന്റെ ചരിത്രത്തിൽ യോമൻ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ആ ചെറിയ യക്ഷിക്കഥയിലൂടെ, ആ ഫെയറി ടെയിലൂടെ ഒരു സമൂഹം കാത്തു രക്ഷിച്ചതെന്ന്, കാത്തു സൂക്ഷിച്ചതെന്ന് നമ്മളോട് പങ്കുവെക്കാനായി അവർ മറ്റൊരു നിഗൂഢ ലിപി, നിഗൂഢ ഭാഷ അതിലൊളിച്ചു വെച്ചതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എൻ്റേത് എന്ന ഒരു കഥയെപ്പറ്റിയും ഒരു വേദനയെപ്പറ്റിയും ഒരാഹ്ലാദത്തെപ്പറ്റിയും ഒരു വ്യാകുലതയെപ്പറ്റിയും എനിക്ക് സ്വാർത്ഥയാകാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ പുരസ്കാരം ഞാൻ സമർപ്പിക്കുന്നത് വരാനിരിക്കുന്ന എല്ലാ എഴുത്തുകാർക്കും എല്ലാ വായനക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾ മനുഷ്യരെ തൊടാൻ വേണ്ടി, മറ്റു മനുഷ്യരുടെ മനസ്സിനെ തൊടാൻ വേണ്ടി, അവരുടെ ജീവിതത്തെയും അവർ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യാതനകളുടെ മുറിവുകളിൽ ഒരാശ്വാസം പകരാൻ വേണ്ടിയും പുസ്തകം വായിക്കുകയും മനസ്സിലാക്കുകയും എഴുത്തുകാരോട് കുറച്ചുകൂടി അൻപും അരുളും അനുകമ്പയും ഒക്കെ ഉള്ളവരായി തീരുകയും, ഇനി അഥവാ ആരെയെങ്കിലും അധിക്ഷേപിക്കണമെന്ന് തോന്നുന്നെങ്കിൽ പിന്നാലെ വരുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ, ചെറിയ എഴുത്തുകാരികളെ ആക്രമിക്കുന്നതിന് പകരം ഇതാ നിൽക്കുന്നു. എത്രയോ ആക്രമണങ്ങൾ നേരിട്ട ധൈര്യത്തോടെ നിൽക്കുന്നു. എന്നെ ആക്രമിക്കാം.
ഇനിയും ഒരു 10-20 പുസ്തകം കൂടെ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും എൻ്റെ ഒപ്പം എഴുതുന്നവരെക്കാൾ അത് മികച്ചു നിൽക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. അത് ഒരു മാതൃകയായിട്ട് തുടങ്ങുന്നു. കലാച്ചിയെപ്പറ്റി വളരെ മനോഹരമായൊരു വീഡിയോ അവതരിപ്പിച്ചതിന് ഞാൻ പാർവതി ചേച്ചിയോട് നന്ദി പറയുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ലോകം മാറിക്കഴിയും. നമ്മളിന്ന് നിൽക്കുന്നത് ഏറ്റവും നിസാരമായ, ഏറ്റവും അനാവശ്യമായ ട്രിവിയ എന്ന് പറയുന്ന ഇതിനെ ആഘോഷിക്കുന്ന ഒരു കാലത്താണെന്നും ഓരോ ട്രിവിയയും നമ്മൾ ആഘോഷിക്കുമ്പോഴും അതിന് കരുത്ത് പകരുമ്പോഴും അതിൻ്റെ മറവിൽ നമ്മുടെ കാൽക്കീഴിൽ നിന്നുള്ള മണ്ണ് ഒലിച്ചു പോകുകയാണ്. നമ്മുടെ ലോകം പിടിച്ചെടുക്കപ്പെടുകയാണ്. നമുക്ക് ജീവിക്കാനുള്ള പ്രകൃതിദത്തമായ, നമുക്ക് അവകാശപ്പെട്ട, നീതിയുടെ ഭാഗമായ, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട നീതിയായ നമ്മുടെ ടെറിട്ടറികൾ ഇല്ലാതായി പോവുകയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് നന്ദി പറയുന്നു. പ്രൊഫസർ എ സുധാകരന്റെ സ്മരണയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നു. വരാനിരിക്കുന്ന പുരസ്കാര ജേതാക്കളെ ഇപ്പോഴേ സ്വാഗതം ചെയ്യുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം 1936 പുരോഗമന കലാസംഘമായി ജന്മമെടുക്കുമ്പോൾ അന്ന് ഇന്ത്യയിൽ ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നും ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലില്ല എന്നതും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കമ്മ്യൂണിസം ഒരിക്കലേ തോറ്റിട്ടുള്ളൂ. അത് കൊണ്ടുവന്ന സോഷ്യലിസം എന്ന ആശയം ഒരിക്കലേ തോറ്റിട്ടുള്ളൂ. ക്യാപിറ്റലിസം, അതിനെ തകർത്ത ക്യാപിറ്റലിസം നിരന്തരം നമ്മളെ തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ക്യാപിറ്റലിസം വിജയിക്കുമ്പോൾ നമ്മൾ അതിനൊപ്പം കോർപ്പറേറ്റുകൾക്കൊപ്പം ആഹ്ലാദിക്കുന്നവരായി തീരുന്ന മഠേരായി ജീവിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ ഞാൻ നന്ദി പറയുന്നു. ഈ പുരസ്കാരം നൽകിയതിനും ജൂറി അംഗങ്ങളോടും പൂക്കാസ മനുഷ്യരിലേക്ക്, മനസ്സുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന ദിനത്തിനായി കാത്തുകൊണ്ട് നന്ദി, നമസ്കാരം.